ഇതിൽ ഈ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ 2003 പ്രസിദ്ധീകരിച്ച MTയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ അതിൽ 3 പുറങ്ങളിലായാണ് ഈ ലേഖനം കിടക്കുന്നത്. ആ ലേഖനം തുടങ്ങുന്നത് ചരിത്രപരമായ ഒരു ആവശ്യം എന്ന ലേഖനം ആ പുസ്തകത്തിൽ MTയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ തുടങ്ങുന്നത് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഇനി പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു, ഇത് 7ാമത്തെ വർഷമാണെന്ന് അറിയുന്നു, സന്തോഷം. ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന വേദിയിൽ, ആ സ്ഥലത്ത് ആരെയൊക്കെയോ ഇരുത്തിക്കൊണ്ടാണോ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് MTയുടെ ആദ്യത്തെ വാചകം. അതിൽ തന്നെയുണ്ടല്ല. ഇനി ഈ ലേഖനം പുസ്തകത്തിൽ അവസാനിക്കുന്നത്, ചരിത്രപരമായ ആവശ്യമെന്ന ലേഖനത്തിന്റെ 3ാമത്തെ പേജ്, അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. സ്നേഹാദരങ്ങളോടെ 2003 എന്നാണ് ആ പേജ് അവസാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ലേഖനം നീളുന്നില്ല. ഇനി പ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി പറയാം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയാകും. നമ്മൾ തർക്കിക്കുന്നതിനേക്കാൾ അപ്പുറം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. അതിനുശേഷം MT വാസുദേവൻ നായർ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെയാണ് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലാണ് പറയുന്നത്. അതിനപ്പുറം അതിനൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാർ, പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയനുള്ള ഒരു വേദിയിലേക്ക് 2003 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവുമായി MT വാസുദേവൻ നായർ വരണമെങ്കിൽ അത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ചു തന്നെയാണ്. അതിന്റെ ഉള്ളടക്കം അവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. കാതുള്ളവർക്കേ കേൾക്കാൻ കഴിയൂ. കാത് കൊട്ടിയടച്ചു വെച്ചാൽ കേൾക്കാൻ കഴിയില്ല. അത് മറ്റു കാര്യങ്ങളിലെ കുറിച്ചാണ്, പൊതുവായ ഒരു വിലയിരുത്തലാണ്. എല്ലാവരും തിരുത്തേണ്ടതാണ്. ശരിയാണ്, അതിന്റെ ഉള്ളടക്കം എല്ലാവരിലേക്കും എത്തേണ്ടതാണ്. എല്ലാവരും, മനസ്സുള്ളവർക്കൊക്കെ തിരുത്താവുന്നതുമാണ്. പക്ഷേ അത് പിണറായി വിജയനെ കുറിച്ചല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിണറായി വിജയനെ മാത്രം Meet the editors.